ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് നല്ലൊരു ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഒരു പ്ലെയിൻ ബിരിയാണി. ഇതിൻ്റെ അകത്ത് നമ്മൾ പച്ചക്കറികളോ ഇറച്ചിയോ മീനോ ഒന്നും ചേർക്കണില്ല. നല്ല ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ വളരെ ഈസിയാണ് ഉണ്ടാക്കാനും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പം നമ്മുടെ ബിരിയാണി ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു പാത്രം വച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാകട്ടെ കേട്ടോ. ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ എണ്ണ ഒന്ന് ചൂടാകണം. ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയ 2-3 കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. 2 ഏലക്ക, 3 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം. നമുക്കിതെല്ലാം കൂടി ഇതിൻ്റെ നല്ല സ്മെല്ല് വരണവരേക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ചെറുതീയിലിട്ടാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 8 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് ചെറുതായിട്ടൊന്ന് കീറിയിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമുക്കൊരു ചെറിയ കൈപ്പിടി മല്ലിയിലയും അതേപോലെ തന്നെ ഒരു 10-15 പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 4-5 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരും. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ തക്കാളിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ആറണം. ആറിയതിന് ശേഷം നമുക്കിത് മിക്സി ബൗളിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പം ഞാനിത് ചൂടാറിയതിന് ശേഷം അരച്ചെടുത്തിട്ട് വരാവേ. ഇതാ നമ്മുടെ മിക്സ് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുക്കർ അടുപ്പത്ത് വയ്ക്കുക. നമുക്കതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുന്നവരേക്കും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയാൽ മതി. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സവാള വഴന്ന് കിട്ടും. ഇപ്പം നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. കുറച്ച് നേരമാണ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. ഇപ്പം എന്താ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് തീ സിമ്മിൽ വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മുടെ പൊടികൾ ഇടുന്ന പാടെ. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതീയിൽ തന്നെ വെച്ചാൽ മതി. ഇതിൻ്റെ പച്ചമണം മാറണവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം എന്താ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത മിക്സ്. അപ്പം നമ്മുടെ പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറണ വരെ കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കണം. ചെറുതീയിൽ തന്നെ വെച്ച് 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കിസ്മിസും ഇട്ട് കൊടുക്കാം.
ഫ്രൈ ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ ഇട്ടേക്കുവാണ്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഒത്തിരി പുളിയില്ലാത്ത തൈര് ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 2 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. ഇതൊരു അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നന്നായിട്ട് വെള്ളമൊക്കെ ഊറ്റിയെടുത്ത് വെച്ചേക്കുന്ന അരിയാണ്. നമുക്കത് നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അരിയും മസാലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഒത്തിരി അങ്ങ് കുത്തി ഇളക്കരുത്, അപ്പം നമ്മുടെ അരിയൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അരിയൊന്നും പൊട്ടിപ്പോകാത്ത വിധം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തേക്കണത്. ഈ ഗ്ലാസ്സിനാണ് ഞാൻ 2 ഗ്ലാസ് എടുത്തേക്കണത്. അപ്പോൾ ആ ഗ്ലാസ്സിൽ തന്നെ 3.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പം നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുത്തത് ആ ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇപ്പം എന്താ 3.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം, അപ്പോൾ തന്നെ നമ്മുടെ ചോറ് വെന്ത് കഴിയുമ്പോൾ കറക്റ്റായിരിക്കുള്ളൂ. അവസാനമായിട്ട് നമുക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം എന്താ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം. കുക്കറിൻ്റെ വെയിറ്റ് വയ്ക്കേണ്ട ആവശ്യമില്ല. വെയിറ്റ് വയ്ക്കാതെ ലോ ഫ്ലെയിമിൽ ഒരു 8 മിനിറ്റ് നമുക്ക് നമ്മുടെ ചോറൊന്ന് വേവിക്കാം. 8 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. അപ്പോൾ ഒരു 8 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ. അപ്പം എന്താ ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഒരു 15 മിനിറ്റിന് ശേഷം ഇത് തുറന്നു നോക്കാം. ഈ അടുപ്പിൽ തന്നെ വച്ചിരിക്കേണ്ട, നമുക്ക് വേറെ സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. ഈ അടുപ്പിൽ തന്നെ വച്ചിരുന്നാൽ അടുപ്പിൻ്റെ ചൂടുകൊണ്ട് നമ്മുടെ ചോറ് കൂടുതൽ വെന്ത് പോകും. അതാണ് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം എന്താ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കുക്കറൊന്ന് തുറന്നു നോക്കാം. ഇതാ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഫോർക്ക് യൂസ് ചെയ്ത് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. താഴെ നിന്ന് മുകളിലോട്ട് നമ്മുടെ ചോറൊക്കെ കൊണ്ടുവരാം. ഇതാ നമ്മുടെ പ്ലെയിൻ ബിരിയാണി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോയിട്ടുമില്ല. ഇനി ഇത് ചൂടാറുമ്പോൾ നന്നായിട്ട് ഒന്നിനോടൊന്നും ഒട്ടാതെ വരും കേട്ടോ. ഇനി നമുക്കൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം എന്താ നമ്മുടെ ബിരിയാണി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് റേത്ത, ഡേറ്റ്സ് പിക്കിള്, മുട്ട, പപ്പടം. ഈ ഡേറ്റ്സ് പിക്കിളിൻ്റെയും റേത്തയുടെയും വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാവേ, കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് പച്ചക്കറികളോ ഇറച്ചിയോ മീനോ ഒന്നും വേണ്ട ഈ ബിരിയാണി ഉണ്ടാക്കാൻ. വളരെ എളുപ്പമാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായാൽ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.